Assalamu alaikum. Children, how are you? Are you fine and okay? Can we start our class? Are you ready? We finished how many lessons? 2 lessons. Is it? Then we finished that notes also and you studied that also. Okay. Today we have a new lesson. The name of the lesson is building houses. Where do we live? We live in our home. Is it? Then how it protects us? What are the things they give to protect us? They protect us from heat, cold, rain and from wild animals. അല്ലേ നമ്മൾ എന്തിൽ നിന്നൊക്കെയാണ് നമ്മളെ വീട് നമ്മളെ സംരക്ഷിക്കുന്നത്? ഹീറ്റ്, then cold, then rain and again wild animals. Is it? Then we all have the same type of houses? No, we all have different types of houses. And do you know, we studied in last year about different types of houses. Did you remember? What are the different types of houses we studied? Kacha house and Pakka house. What is known as Kacha house? Kacha house is made with bamboos, stones, wood, mud, etc. Is it? Then what is made with the Pakka house? It is made with the cement, bricks, steel and iron. Then today we want to study about the types of houses. Different types of houses. Types of houses. We made house with the different climatic conditions. We made house according to the different climatic conditions of that place. Second one, the land form of the place. അതായത് നമ്മൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വീടുകൾ നിർമ്മിക്കുന്നത്? ആ പ്ലേസിലെ ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും അല്ലേ? ആ പ്ലേസിൻ്റെ ക്ലൈമറ്റ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ വീട് നിർമ്മിക്കുന്നത്. ദെൻ the land form of the place. ആ പ്ലേസിൻ്റെ ലാൻഡ് ഫോം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ വീട് നിർമ്മിക്കുന്നത്. ഫസ്റ്റ് വി ക്യാൻ ഗോ ടു സ്റ്റഡി അബൌട്ട് സ്റ്റിൽറ്റ് ഹൗസ്. സ്റ്റിൽറ്റ് ഹൗസ്. സ്റ്റിൽറ്റ് ഹൗസ്. ഡു യു നോ അബൌട്ട് ആസാം? Assam. Assam is a state in India. Okay. Assam lies in the north eastern part of India. അതായത് ആസാം എവിടെയാണ് കിടക്കുന്നത്? ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലായിട്ടാണ് കിടക്കുന്നത്. ഇറ്റ് ഈസ് എ ഹില്ലി സ്റ്റേറ്റ്. എന്തൊരു സ്റ്റേറ്റ് ആണിത്? ഹില്ലി സ്റ്റേറ്റ് വിച്ച് റിസീവ്സ് ഹെവി റെയിൻഫോൾ. ആ സ്റ്റേറ്റിൽ എന്താണ്? നല്ല റെയിൻഫോൾ ആണ്. ആൻഡ് ഓൾസോ ഫേസസ് ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ്. എന്താണ് അവിടെ? പലപ്പോഴും എന്തുണ്ടാവാറുണ്ട്? ഫ്ലഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻ സം പാർട്സ് ഓഫ് ദി സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ കുറച്ച് പാർട്സിൽ എന്താണുള്ളത്? ഹൗസസ് ആർ ബിൽറ്റ് അറ്റ് എ ഹൈറ്റ് ഓൺ സ്ട്രോങ് ബാംബു പോൾസ്. അവിടെ എങ്ങനെയാണ് വീടുകൾ നിർമ്മിക്കുന്നത്? ഹൗസസ് ആർ ബിൽറ്റ് അറ്റ് എ ഹൈറ്റ് ഓൺ സ്ട്രോങ് ബാംബു പോൾസ് കോൾഡ് സ്റ്റിൽറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് വാട്ടർ ഫ്രം എൻറ്ററിങ് ദ ഹൗസ്. അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ വീട് നിർമ്മിച്ചാൽ എന്ത് പറ്റുന്നു? എപ്പോഴും ഫ്ലഡ് ഉണ്ടാവുന്ന ഒരു പ്ലേസാണ് ഈ ആസാം പ്ലേസ്. അതായത് അപ്പോൾ എന്ത് പറ്റും? വെള്ളം ആ വീട്ടിലോട്ട് കയറുന്നതിൽ നിന്നും ആ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ദേ ആർ മെയ്ഡ് അറ്റ് എ ഹൈറ്റ് ഓൺ വുഡൻ പോൾസ് to avoid water entering from the house. Such houses are called stilt houses. Then we can say again, in heavy rainfall region, people build their homes higher from the ground using bamboo poles. അതായത് in heavy rainfall regions, in heavy rainfall region, say with me, in heavy rainfall region, people build their houses.
People build their houses higher from the ground using bamboo poles. These are known as stilt houses. അതായത് എന്താണ് സ്റ്റിൽറ്റ് ഹൗസ്? ഇൻ ഹെവി റെയിൻഫോൾ റീജിയൻ. നന്നായിട്ട് മഴയുള്ള സ്ഥലങ്ങളിൽ എന്ത് പറ്റുന്നു? പീപ്പിൾ ബിൽഡ് ദെയർ ഹൗസസ് ഹയർ ഫ്രം ദ ഗ്രൗണ്ട്. ഹയർ അതായത് ഗ്രൗണ്ടിൽ നിന്നും ഉയർത്തി നിർമ്മിക്കുന്നു. യൂസിങ് ബാംബൂ പോൾസ്. ബാംബൂ പോൾസ് വെച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? വീട് ഉയർത്തി നിർത്തുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഹൗസ് വി കോൾഡ് സ്റ്റിൽറ്റ് ഹൗസസ്. ഇപ്പം എന്താണ് ഈ സ്റ്റിൽറ്റ് ഹൗസ്? ഇൻ ഹെവി റെയിൻഫോൾ റീജിയൻ പീപ്പിൾ ബിൽഡ് ദെയർ ഹൗസസ് ഹയർ ഫ്രം ദ ഗ്രൗണ്ട് യൂസിങ് ബാംബൂ പോൾസ്. ദീസ് ടൈപ്പ് ഓഫ് ഹൗസസ് ആർ നോൺ ആസ് സ്റ്റിൽറ്റ് ഹൗസസ്. Then this type of house have slanting roofs ആണ്. എന്താണ് അതിൻ്റെ റൂഫ് എന്ന് പറയുന്നത്? സ്ലാൻഡിങ് ആണ്. എന്തിനാണ്? സോറി, സ്ലോപ്പിംഗ് റൂഫ്സ് ആണ്. സ്ലോപ്പിംഗ് റൂഫ്സ് ആണ്. എന്തിനാണ്? ടു ലെറ്റ് വാട്ടർ സ്ലൈഡ് ഡൗൺ ഈസിലി. അതായത് മുകളിൽ വീഴുന്ന വെള്ളം എന്ത് ചെയ്യും? സ്ലൈഡ് ഡൗൺ ഈസി ആയിട്ട് താഴോട്ട് പോകാനായിട്ടാണ് അതിൻ്റെ റൂഫ് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്? സ്ലോപ്പിംഗ് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇൻ ഹെവി റെയിൻഫോൾ റീജിയൻ പീപ്പിൾ ബിൽഡ് ദെയർ ഹൗസസ് ഹയർ ഫ്രം ദ ഗ്രൗണ്ട് യൂസിങ് ബാംബൂ പോൾസ്. ദിസ് ടൈപ്പ് ഓഫ് ഹൗസസ് ഈസ് നോൺ ആസ് സ്റ്റിൽറ്റ് ഹൗസ്. ആൻഡ് ഹൗ ഇറ്റ്സ് റൂഫ് ലുക്ക് ലൈക്ക്? ഇറ്റ് ഈസ് സ്ലോപ്പിംഗ് റൂഫ്സ് ടു ലെറ്റ് വാട്ടർ സ്ലൈഡ് ഡൗൺ ഈസിലി. വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? റൂഫ് സ്ലോപ്പിംഗ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, another place we can study about Rajasthan. What is the climatic condition of Assam? Very high rainfall and sometimes there causes floods also. Okay, then Rajasthan. Did you know about Rajasthan? ഇറ്റ്സ് എ ഡെസേർട്ട് പ്ലേസ് ആണ് അല്ലേ? എന്താണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്? ഒരു ഡെസേർട്ട് പ്ലേസ് ആണ്. അതായത് നല്ല ഹോട്ടായിരിക്കും. ഇസ് ഇറ്റ് എനി റെയിൻഫോൾ ഹിയർ? നോ റെയിൻഫോൾ അല്ലേ? മഴയില്ലാത്ത പ്ലേസ് ആണ് ഈ രാജസ്ഥാൻ എന്ന് പറയുന്നത് അല്ലേ? രാജസ്ഥാൻ ഈസ് ക്വൈറ്റ് ദ ഓപ്പോസിറ്റ് ആണ്. അതായത് ആസാമിൽ നിന്നും പൂർണ്ണമായിട്ടും വിപരീത ക്ലൈമറ്റാണ് എവിടെ ഉള്ളത്? ഈ രാജസ്ഥാനിൽ ഉള്ളത്. ഇറ്റ് ലൈസ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അതായത് ആസാം എവിടെയായിരുന്നുള്ളത്? നോർത്ത് ഈസ്റ്റേൺ പാർട്ടാണ്. അപ്പം രാജസ്ഥാൻ എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ പാർട്ടാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ ഡയറക്ഷനൊക്കെ പഠിച്ചായിരുന്നല്ലേ? സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം ആസാം എവിടെയാണുള്ളത്? ഇവിടെയാണെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് എവിടെയുള്ളത്? രാജസ്ഥാൻ ഉള്ളതല്ലേ? അതായത് നോർത്ത് ഈസ്റ്റേൺ പാർട്ടിൽ ആസാം ആണെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് എന്തുള്ളത്? രാജസ്ഥാൻ ഉള്ളത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഹോട്ട് ആൻഡ് ഡ്രൈ പ്ലേസ് ആൻഡ് ഇറ്റ് ഈസ് എ ഡെസേർട്ട് പ്ലേസ് ആണ്. ഇറ്റ്സ് ക്ലൈമറ്റ് ഈസ് വെരി ഹോട്ട്. ദെൻ ഡസ് നോട്ട് റിസീവ് മച്ച് റെയിൻ ഇല്ല. സോ ഹൗസസ് ഇൻ ദിസ് റീജിയൻ ഹാവ് തിക്ക് വാൾസ് മെയ്ഡ് ഓഫ് മഡാണ്. എന്താണ് ആ വീടിൻ്റെ? അതായത് ദിസ് ടൈപ്പ് ഓഫ് ഹൗസസ് ആർ മെയ്ഡ് ദെയർ. ഓക്കെ, ദ വാൾ ഈസ് വെരി തിക്കാണ്. എന്താണ്? മതിലുകളെല്ലാം ഭയങ്കര കട്ടിയുള്ളതാണ്. ആൻഡ് ടു കീപ് ദം കൂൾ. എന്തിനു വേണ്ടിയിട്ടാണ്? പുറത്തു നിന്നുള്ള ചൂട് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് അല്ലേ? ദ റൂഫ്സ് ഓഫ് ദീസ് ഹൗസസ് ആർ മെയ്ഡ് ഓഫ് ബഞ്ച് ഓഫ് സ്ട്രോ. അതായത് വൈക്കോൽ വെച്ചാണ് അതിൻ്റെ എന്തുണ്ടാക്കിയിരിക്കുന്ന റൂഫുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? പുറത്തു നിന്നുള്ള ചൂട്, അതായത് ആ വീടിനകത്ത് തണുപ്പ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ പ്ലേസിൽ അങ്ങനെയുള്ള വീടുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ദെൻ എഗെയിൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് ഈസ് സിറ്റിംഗ് വെയർ? നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഏറ്റവും മുകളിലായിട്ടാണ് എന്ത് കാണുന്നത്? നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ് എന്ത്? ഹിമാചൽ പ്രദേശ് ഉള്ളത്. ഇറ്റ് ഈസ് വെരി ഹൈ കോൾഡ് റീജിയൻ ആണ്. സംടൈംസ് ഇറ്റ് ഈസ് ദെയർ ലോട്ട് ഓഫ് സ്നോഫോൾ ഉണ്ട് അല്ലേ? ദ ഹൗസസ് ഹിയർ ഹാവ് വുഡൻ ഫ്ലോറിംഗ് ആണ്. അവിടുത്തെ ഹൗസ് എങ്ങനെയാണ്? വുഡൻ ഫ്ലോറിംഗ് ആണ്. വുഡാണ് ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. ദ റൂഫ്സ് ഓഫ് ദ ഹൗസസ് ആർ സ്ലോപ്ഡ് ടു അലോ സ്നോ
ടു സ്ലൈഡ് ഡൗൺ. അതായത് അതെന്താണ്, സ്ലോപ്പായിട്ടാണ് റൂഫ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ റെയിൻ അല്ല, പക്ഷെ അവിടെ എന്താണുള്ളത്, സ്നോഫാൾ ആണ്. ആ സ്നോഫാൾ എന്ത് ചെയ്യാൻ, ഈസി ആയിട്ട് താഴെ പോകാനായിട്ട് സ്ലോപ്പ് ചെയ്താണ് റൂഫ് നിർമ്മിച്ചിരിക്കുന്നത്. Then we know about Kerala climatic conditions. We have a humid climate in our state. Then we have a lot of doors and windows we have in our home. Okay, this much only today. What are the different types of houses we studied? Permanent house and temporary house are there. Then pakka house and kacha house. Pakka house means what is made with pakka house? Cement, bricks, iron and steel. Then kacha house is made with bamboos, then stones, mud, etc. Okay, then different types of houses. Today we studied about stilt house. In heavy rainfall region, people build which home people build? Say. In heavy rainfall region, people build their houses higher from the ground using bamboo poles. These types of houses we call stilt house, and they have sloping roofs to let water slide down easily. Okay, then next Rajasthan, which type of house is there? Straw and thick walls. Roof is made with straw and they have thick walls to make cool inside the house. And then Himachal Pradesh is there. Wooden flooring ulla house aanu. Endana? Snowfall sloping roofs aanu. Snowfall slide down easily aayittaan adu nirmichirikkunnathu. Then Kerala types of houses, there are much doors and windows are there to let the ventilation. Okay, I think all you understand the portion. I send the notes in your WhatsApp. You can wind up the class. Assalamu alaikum.